കർണാടകയിലെ അങ്കോലക്കടുത്ത ശിരൂർ മലഞ്ചെരുവിൽ പുഴയോളങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിലാണ് കേരളത്തിന്റെ കണ്ണും കാതുമെല്ലാം. മലയാളി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും ട്രക്കിനും വേണ്ടിയുള്ള തിരച്ചിൽ 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണുമല മാറ്റിയും പിന്നെ ഗംഗാവലി പുഴയിലും നടത്തിയ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം ലക്ഷ്യം കാണാതിരിക്കുമ്പോൾ നെഞ്ചുരുകി കേരളം ചോദിക്കുകയാണ്, അർജുൻ എവിടെ? ഒരു കുടുംബത്തിൻ്റെ മാത്രം വേദനയല്ല അർജുൻ. മലയാളികളുടെ എല്ലാം മനസ്സിൽ ഒരു നെരിപ്പോട് പോലെ ആ ചെറുപ്പക്കാരനുണ്ട്. ഈ മാസം 16 മുതലാണ് അർജുനും ട്രക്കിനും വേണ്ടിയുള്ള അന്വേഷണം നമ്മൾ ആരംഭിക്കുന്നത്. റഡാറും മണ്ണുമാന്തിയും അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരാഴ്ചയിലേറെയായി തിരച്ചിൽ തുടരുകയായിരുന്നു. 9ാം നാളിൽ ട്രക്ക് പുഴയിൽ ഉണ്ടെന്ന് സൈന്യം സ്ഥിരീകരിക്കുന്നു. അതോടെ അർജുനെ കണ്ടെത്താൻ ആകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരളം. എന്നാൽ നദിയുടെ രൗദ്രതയ്ക്കും മഴയുടെ തീവ്രതയ്ക്കും മുൻപിൽ മനുഷ്യർക്കൊരിക്കൽ കൂടി കീഴടങ്ങേണ്ടി വരുമ്പോൾ അർജുൻ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി എവിടെയോ കാണാമറയത്ത് മറഞ്ഞിരിക്കുകയാണ്. ശിരൂർ നൽകുന്ന വലിയൊരു പാഠമാണ് 10 ദിവസമായി രാജ്യം കാണുന്നത്. പ്രകൃതിക്ഷോഭത്തിന് മുൻപിൽ പകച്ചു നിൽക്കുന്ന സാധാരണ മനുഷ്യരെ മാത്രമല്ല, നമ്മുടെ ദുരന്ത നിവാരണ മാനേജ്മെന്റിന്റെ കാര്യക്ഷമതയും ഇവിടെ അളവുകോലായി മാറുന്നുണ്ട്. ദേശീയപാതയുടെ നവീകരണത്തിന് ശാസ്ത്രീയ പഠനത്തിന്റെ പിൻബലമില്ലാതെയാണോ ചെങ്കുത്തായ മലകൾ അരിഞ്ഞെടുത്തതെന്ന ചോദ്യം ഒരു ഭാഗത്തുണ്ട്. ശിരൂർ മണ്ണിടിച്ചിലിൽ 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവയെ ഏകോപിപ്പിക്കാൻ ഒരു പൊതു സംവിധാനം ഇല്ലാത്തതിൻ്റെ പോരായ്മ തുടക്കം മുതൽ വ്യക്തമായിരുന്നു. എന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ, MK രാഘവൻ MP, AKM അഷ്റഫ് MLA തുടങ്ങിയവർ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയവും അഭിനന്ദനാർഹവുമാണ്. അതേസമയം കേരളത്തിലെ ചില ദൃശ്യമാധ്യമങ്ങളുടെ നിലപാട് കർണാടകയെ അലോസരപ്പെടുത്തി എന്നത് പരസ്യമായി പറഞ്ഞത് കർണാടകയുടെ ചീഫ് സെക്രട്ടറി തന്നെയാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ കർണാടകയെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഓൺലൈൻ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത്. ഇതിനെ ഗൗരവത്തിൽ എടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവണം. ശിരൂർ മണ്ണിടിച്ചിലിൽ ഒരു മലയാളി അകപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ കേരളത്തിലെ ചാനൽ വാർത്താ സംഘങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ തത്സമയ റിപ്പോർട്ടുകൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഓരോ നിമിഷവും മലയാളികൾക്ക് മുൻപിൽ എത്തിക്കാൻ ഇടയാക്കി എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂടാൻ ഈ മാധ്യമ ഇടപെടലുകൾ എത്രത്തോളം കാരണമായിട്ടുണ്ട് എന്നതും നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. എന്നാൽ ചില മാധ്യമ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തെ തന്നെ തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ ഉതകുന്ന വിധം റിപ്പോർട്ടുകൾ തുടർച്ചയായി നൽകുന്ന ഒരു പ്രവണത നമ്മൾ അവിടെ കണ്ടു. ശാസ്ത്രീയ പഠനത്തിന് ശേഷം വിദഗ്ധർ പറയേണ്ട നിരീക്ഷണങ്ങളാണ് ചില ചാനൽ വാർത്താ റൂമുകളിൽ നിന്ന് കേരളം കണ്ടത്. റേറ്റിംഗ് ഉയർത്താനാണ് ഇതൊക്കെയെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഇതിനുള്ള ജാഗ്രതകൾ ഇതേ വാർത്താ മുറികളിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഒരു മുന്നറിയിപ്പായി ഇത്തരം ദുരന്തങ്ങളെ കണ്ട് കൂടുതൽ മുന്നൊരുക്കങ്ങൾക്ക് സർക്കാരും സമൂഹവും ഒരു മനസ്സോടെ തയ്യാറാകേണ്ട സമയമാണിത്. സുനാമിക്ക് ശേഷം 2005 ഇന്ത്യയിൽ ദേശീയ ദുരന്ത നിവാരണ നിയമം കൊണ്ടുവന്നിരുന്നു. പ്രധാനമന്ത്രിയാണ് സമിതിയുടെ ചെയർമാൻ. സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇതുപ്രകാരം കമ്മിറ്റികൾ ഉണ്ടാകും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ രാജ്യത്ത് സുസ്ഥിര സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അതിൻ്റെ പ്രയോജനം സാധാരണക്കാർക്ക് കിട്ടാതെ പോകുന്നത് വേദനാജനകമാണ്. ശിരൂർ ദുരന്തത്തിൽ നിന്ന് കേരളത്തിനും ഏറെ പഠിക്കുവാനുണ്ട്. പ്രവചനങ്ങൾക്കപ്പുറമുള്ള കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയവും ഭൂവിനിയോഗവും പാരിസ്ഥിതിക ഭൗമ പ്രത്യേകതകളുമെല്ലാം ഒത്തുചേർന്ന് അതിരൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സംസ്ഥാനത്തിന്റെ മിക്ക പ്രദേശങ്ങളും മണ്ണിടിച്ചിലിന്റെയോ വെള്ളപ്പൊക്കത്തിന്റെയോ നേരിട്ടോ അല്ലാതെയോ ഒക്കെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. കേരളത്തിൽ നടന്ന ദേശീയപാതാ വികസനവും ശിരൂരിനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. അശാസ്ത്രീയ രീതിയിൽ കുന്നിടിച്ച് ദേശീയപാതയുടെ വീതി കൂട്ടിയ സ്ഥലങ്ങളുണ്ട്. കനത്ത മഴയിൽ ദേശീയപാതയിലേക്ക് പലയിടത്തും മണ്ണിടിഞ്ഞ് വീഴുന്ന സാഹചര്യമുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് പലയിടത്തും. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞാൽ വരും കാല ദുരന്തങ്ങളെ ഒഴിവാക്കാനോ ലഘൂകരിക്കാനോ ഒക്കെ കഴിയും നമുക്ക്. പരിസ്ഥിതി ദുർബല മേഖലകളിലെ കരിങ്കൽ ചെങ്കൽ ഖനനങ്ങളെ കർശനമായി നിയന്ത്രിച്ച് തോടിനെയും പുഴകളെയും കയ്യേറ്റത്തിന് കീഴ്പ്പെടാതെ ഒഴുകാൻ അനുവദിക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്.
അണക്കെട്ടുകൾ തുറന്നാൽ എവിടെയൊക്കെ പ്രളയമുണ്ടാകുമെന്ന് ശാസ്ത്രീയമായി പഠിച്ച് മുൻകരുതലുകൾ എടുത്ത് അതിനാവശ്യമായിട്ടുള്ള ജാഗ്രതകൾ അവിടെ തയ്യാറാക്കണം. പ്രളയബാധിത പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും വേണം മുൻകരുതലുകൾ. പ്രധാന പാതകളിലെ വെള്ളം കയറുന്ന പ്രദേശങ്ങൾ ഉയർത്തി കൊണ്ടുവരണം. ആവശ്യമുള്ളിടത്ത് വെള്ളം ഒഴുകി പോകുവാനുള്ള അടിപ്പാതകൾ നിർമ്മിക്കണം. കൂടുതൽ കരുതലുകൾ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ശാസ്ത്രീയ പഠനത്തിനും അണക്കെട്ടുകൾ നിർമ്മിക്കാനും ഒന്നും വൈകരുത്. ഇതിനൊക്കെ പുറമെ ദുരന്ത ഭൂമിയിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനുള്ള റാപ്പിഡ് റെസ്പോൺസ് പ്ലാനും ടീമും എത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് ശിരൂർ മണ്ണിടിച്ചിൽ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. നമ്മുടെ മുൻപിൽ ആ കഥകളുണ്ട്. പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ കേരളം ഒട്ടും സുരക്ഷിതമല്ല. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, മിന്നൽ, അഗ്നിബാധ തുടങ്ങിയ ദുരന്തങ്ങൾ ഏത് സമയത്തും പ്രതീക്ഷിക്കാവുന്ന ജനതയാണ് നമ്മൾ മലയാളികൾ. കൂടിയ ജനസാന്ദ്രത ദുരന്തങ്ങളുടെ വ്യാപ്തിയും വർദ്ധിപ്പിക്കും. പ്രളയവും കോവിഡും ഒക്കെ ഉദാഹരണമായി നമുക്ക് മുൻപിൽ ഉണ്ട്. അതിനാൽ ദുരന്തം വരുന്നതിന് മുൻപ് മുന്നൊരുക്കങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ദുരന്ത നിവാരണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. ഓരോ വ്യക്തിയും പടയാളികളായെങ്കിൽ മാത്രമേ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. Waytonikah.com, the exclusive Muslim matrimonial site.